RSS വിട്ട് CPM-ലേക്കും CPM വിട്ട് RSS-ലേക്കും വന്ന ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. RSS-ന്റെയും CPM-ന്റെയും ബാന്ധവം ഒരുപാടുണ്ട് പറയാൻ. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് RSS-ഉം CPM-ഉം തമ്മിലുള്ള കണ്ണൂർ കൊലപാതക പരമ്പര അവസാനിച്ചത് എന്നും പറഞ്ഞു വയ്ക്കണം. അറിയണം നിങ്ങളത്. അതും ഒരു ചരിത്രമാണ്. നമസ്കാരം. CPM-ന്റെ RSS ബാന്ധവം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? അല്ല. ഇരു കൂട്ടരുടെയും നേതാക്കന്മാർ തമ്മിൽ എല്ലാ കാലത്തും അതീവ രഹസ്യമായ ബന്ധമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ RSS-ഉം CPM-ഉം തമ്മിൽ ഒരു കാലത്തും ആത്യന്തികമായ ശത്രുതയെ ഉണ്ടായിരുന്നില്ല. അണികളെ കൊണ്ട് തമ്മിൽ തല്ലിച്ച് കൊല ചെയ്യിപ്പിക്കുമെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ്. CPM-ഉം RSS-ഉം തമ്മിൽ നടത്തിയ സംഘടനകളിലൊന്നും ഇരുപക്ഷത്തുമുള്ള നേതാക്കന്മാരോ അവരുടെ മക്കളോ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. കൊല ചെയ്യപ്പെട്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ മനുഷ്യർ, ദളിതർ ഒക്കെയായിരുന്നു. മുസ്ലിം ലീഗിന്റെയും മുസ്ലിം സംഘടനകളുടെയും വളർച്ചയെ തടയാനും തടുക്കാനും